Hello guys, welcome back to my channel. നമ്മളിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിനോഫോറാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഫാബ്രിക് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഷോൾഡർ 3.5, ചെസ്റ്റ് 5.5, ആം ഹോൾ 3.5 ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ടോട്ടൽ ലെങ്ത് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 23 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് ആ ഷേപ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ തയ്ക്കാൻ അറിയാവുന്നവർക്ക് അത് എങ്ങനെയൊക്കെ സെയിലാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് ചെന്ന് ഒന്ന് കണ്ടു നോക്കുക. കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെയുള്ള കുറേ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ചെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിതാ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിൽ നിന്ന് ഒരു 1 ഇഞ്ച് അകലത്തിൽ നമ്മളൊരു സ്റ്റിച്ച് ഇട്ടിട്ട് കൊടുക്കണം. മടക്കി സ്റ്റിച്ചിട്ട് കൊടുക്കുക. നേരെ നടുക്ക് തന്നെ മടക്കിയിട്ട് വേണം നമ്മളത് സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഈ പിനോഫോറിൻ്റെയൊക്കെ കട്ടിങ്ങിൽ ശരിക്കും ആ ഒരു ഏരിയ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ സിമ്പിളായിട്ട് അത് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഒരു കട്ട് പീസ് എടുക്കുക. അത് നമ്മൾ ആ ഒരു നെക്കിൻ്റെയും ആം ഹോളിൻ്റെയും ഏരിയയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശത്താണ് നമ്മൾ ആ ഒരു ഫാബ്രിക് പീസ് വെച്ച് കൊടുത്തിട്ട് തയ്ക്കേണ്ടത്. ഇനി നമ്മുടെ ആ ആം ഹോളിൻ്റെ ഏരിയയിൽ കൂടി അത് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആം ഹോളും ആ നെക്ക് ഏരിയയൊക്കെ നമുക്ക് കിട്ടും. നമ്മളത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിനോഫോറിൻ്റെ സ്ട്രാപ്സാണ് തയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് വിഡ്ത്തും ഒരു 13 അല്ലെങ്കിൽ 14 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് ഫാബ്രിക് എടുക്കണം. അതിൻ്റെ 2 സൈഡിലും നമ്മൾ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കത്രിക ഉപയോഗിച്ചാണ് അത് മറിച്ചെടുക്കുന്നത്. അതൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇതാ നമ്മൾ രണ്ടും നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും നല്ലവണ്ണം അയൺ ചെയ്തിട്ടെടുക്കുക. ആ സ്ട്രാപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നാലാണ് പിനോഫോറിൻ്റെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുക. ഇനി നമുക്ക് ബാക്ക് വശത്ത് ഈ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ കട്ട് പീസ് വെച്ച് തയ്ക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഏരിയയിൽ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് തയ്ച്ചിട്ട് കട്ട് പീസും ആം ഹോളും ജോയിൻ ചെയ്തിട്ടാണ് തയ്ക്കേണ്ടത്. ഞാനത് മറന്നിട്ട് അതൊന്ന് തയ്ച്ച് പോയതാണ്. അതുകൊണ്ട് നമ്മൾ ആം ഹോളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഈ 2 സ്ട്രാപ്പും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ കട്ട് പീസ് വെച്ച് ആം ഹോളും നെക്കും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ നമ്മൾ ആ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ആ സ്ട്രാപ്പ് ജോയിൻ ചെയ്തത് ആ കട്ട് പീസിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും ഇടയിൽ കിടക്കുന്നതുകൊണ്ട് ആ ഒരു ജോയിനിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങും നമുക്കവിടെ കാണത്തില്ല. സോ നമ്മളതിന് നല്ല വൃത്തിയിൽ അയൺ ചെയ്തിട്ടെടുക്കുക. സ്റ്റിച്ചിങ്ങിൽ അയൺ ചെയ്യുന്നതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാ സ്റ്റിച്ചസും
അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ഫാബ്രിക്കും ബാക്ക് ഫാബ്രിക്കും ജോയിൻ ചെയ്തിട്ട് എടുക്കണം. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അത് ജോയിൻ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിവശം മടക്കി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് പിനോഫോർ റെഡി ആയിട്ടുണ്ട്. ഇനി ആ 2 സ്ട്രാപ്പിൻ്റെ അറ്റത്തും ബട്ടൺസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരും. ഇതിൽ നിങ്ങൾക്ക് ബട്ടൺസ് വേണ്ട എന്നുണ്ടെങ്കിൽ പ്രസ് ബട്ടൺ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു മോഡലുമായിട്ട് വരാം. താങ്ക് യു.